സോ ഹലോ ഗായ്സ്, വെൽക്കം ടു ടോച്ചി ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ പാർട്ട് 5 എപ്പിസോഡായിട്ടാണ്. നമുക്ക് നമ്മുടെ എപ്പിസോഡിൻ്റെ ഗോൾസ് നോക്കാം. സോ ഫസ്റ്റ് ഗോളായി വരുന്നത് ഗോ ടു നെതർ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ നമുക്ക് ഈ നെതർ കയറണം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗോൾ എന്താണെന്ന് വെച്ചാൽ ടേക്ക് ദ വില്ലേജസ് ഫോർ വില്ലേജർ ബ്രൈഡർ. നമുക്ക് നമ്മുടെ വേൾഡ് പ്രൊവിഷനെ വില്ലേജസിന് വേണം. എന്ന് വെച്ചാൽ അയൺ ഫാം, ഗോൾഡ് ഫാം അല്ല, പൊതുവേ ഫാംസൊക്കെ ഉണ്ടാക്കാൻ വില്ലേജസിൻ്റെ ആവശ്യമുണ്ട്. സോ അവന്മാരെ പൊക്കിയിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വില്ലേജസിന് വേണം. പക്ഷെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ തേർഡ് ഗോൾ എന്താണെന്ന് വെച്ചാൽ ഗ്യാദർ റിസോഴ്സസ് ഫോർ വില്ലേജർ ബ്രീഡർ. അപ്പോൾ നമ്മൾ എന്തിനാണ് റിസോഴ്സ് ഗ്യാദർ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് റിസോഴ്സ് എടുക്കാൻ പോകണം. പിന്നെ നമ്മുടെ ഫോർത്ത് ഗോൾ എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് എ ഡയമണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ടും അയൺ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരൊറ്റ ഡയമണ്ട് കണ്ടുപിടിക്കണം. സോ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഗൈസ്, നമ്മൾ ആദ്യം എതിരി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. കുറച്ച് ബ്ലോക്സും പിന്നെ കുറച്ച് നല്ല ഐറ്റംസും കൂടെ വേണം. കാരണം ഷീൽഡൊക്കെ പൊട്ടാറേ ഇരിക്കുകയാണ്. സോ ഞാൻ അതൊക്കെ പോയി എടുത്തിട്ട് വരട്ടെ. സോ ഗൈസ്, നമ്മൾ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. ഇത്ര സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളത്. ഇത് ഞാൻ എന്തിനാ എടുക്കണമെന്ന് വെച്ചാൽ ചിലപ്പം വല്ല കുളിയിലാണോ എന്ന് പെടണ വെച്ചാൽ മൈൻഡ് ചെയ്യാൻ വേണ്ടി പിക്കാക്സും പിന്നെ ആരിലും തെല്ലാണെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ട് ആക്സും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കയറി കൊടുക്കാം. 3, 2, 1 ഞാൻ കയറി. എന്താവുന്നൊന്നും അറിയില്ല. നല്ല സ്പോണ കിട്ടിയതായിരുന്നു. ഓക്കെ, ഓ പോട്ട സ്പോണ്. ഗസ്റ്റ് ഓട്. സെക്കൻഡ് ഞാൻ ഇപ്പം പോയിടും. ഇപ്പം പാടിയും ചിലപ്പോൾ വേണ്ടപ്പോൾ എന്നെ സ്നൈപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ നിൽക്കുകയാണ്. ഫോട്ടോസൊക്കെ കണ്ടുപിടിക്കണം. ഇപ്പം ഞാനൊന്ന് മെല്ലെ ഇവിടെ എസ്കേപ്പ് പോട്ടെ. അമ്മരോട് ഇവിടെ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം സ്പോൺ കഴിക്കുന്ന ഒരു നല്ല സ്ഥലത്ത് തന്നെയാണ്. കുഴപ്പമില്ലാത്തൊരു നല്ല സ്ഥലം തന്നെയാണ്. അയ്യോ, ഇവിടെ കയറാൻ പറ്റില്ല. ഇപ്പോൾ കയറി അവനെ കൊന്നുവിടും. ഞാൻ കയറട്ടെ. വേമ്പോ. ഓക്കെ, നമ്മൾ സ്ഥലമൊക്കെ ചുറ്റിക്കറങ്ങി. അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. കുഴപ്പമില്ലാത്തൊരു സ്ഥലം തന്നെയാണ്. കുഴപ്പമില്ലാത്തൊരു സ്പോൺ തന്നെയാണ്. എന്നുവെച്ചാൽ നല്ലൊരു സ്പോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഗോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പിന്നെ എക്സ്പ്ലോറിംഗ് ഒന്നും ചെയ്തിട്ടില്ല. എക്സ്പ്ലോറിംഗ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഒക്കെ ചെയ്യുള്ളൂ. നമുക്ക് പോയിട്ട് നമ്മുടെ റിസോഴ്സ് എടുത്തിട്ട് വരാം. നമ്മുടെ വില്ലേജുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പോയി റിസോഴ്സ് എടുത്തിട്ട് വരാം. സോ ഗൈസ്, നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ വില്ലേജുകൾ ഉണ്ടാക്കാൻ വേണ്ടത് 3 ബെഡാണ്. സോ ബെഡിനുള്ള സംഭവങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവന്മാരൊക്കെ നമ്മളിപ്പോൾ തട്ടും. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് 4 വൂളും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ചെസ്റ്റ് കുറച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. സോ ഗൈസ്, നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അത് ഞാൻ മിക്കവാറും ഈ ഒരു വെട്ടിയിലേക്കും നമ്മുടെ വൂളുണ്ടാവുക. നോക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ 14 ഉണ്ട്. അപ്പോൾ അവന്മാരൊക്കെ രക്ഷപ്പെട്ടു. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വൂളും കൊണ്ടൊരു 3 ബെഡ് ക്രാഫ്റ്റ് ചെയ്യുക. പിന്നെ കുറച്ച് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണം. എല്ലാം ഞാൻ ക്രാഫ്റ്റ് ചെയ്ത ശേഷം ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മൾ നമ്മുടെ വില്ലേജർ ബ്രീഡറിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വില്ലേജർ ബ്രീഡറിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ കോബിൾ സ്റ്റോണാണ്. പിന്നെ 3 ബെഡ്, പിന്നെ കുറച്ച് ടോർച്ച്, പിന്നെ 2 ട്രാപ്പ് ഡോറ്, പിന്നെ മെയിനായിട്ട് 2 വില്ലേജേഴ്സ്, പിന്നെ 2 കമ്പോസ്റ്റർ. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ പ്ലാൻ മാറ്റി. പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് 4 ഗോൾസിൽ 1 ഗോൾ നെതറിൽ പോകാനായിരുന്നു. അത് നമ്മൾ ചെയ്യുകയും ചെയ്തു. രണ്ടാമത്തെ ഗോള് വില്ലേജർ ബ്രീഡർ കൊണ്ടുവന്നിരുന്നു. അത് നമുക്ക് ചെയ്യാനുള്ള വില്ലേജ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗോളിന് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഈ എപ്പിസോഡിൽ തന്നെ വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കാൻ പോവാണ്. സോ ഞാൻ പോയിട്ട് സംഭവമൊക്കെ എടുത്തിട്ട് നമുക്ക് വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ച ശേഷം ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, ഈ വില്ലേജർ മണ്ടന്മാരെ കാര്യമായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇവിടെ ആയിട്ട് ഉണ്ടാക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് നല്ല ദൂരത്തേക്ക് നിന്നല്ല, ഏകദേശം ഒരു 70 ബ്ലോക്കൊക്കെ ദൂരത്തേക്ക് വന്നു. കാരണം ചിലപ്പോൾ നമ്മൾ അയൺ ഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെ ചിലപ്പോൾ ഈ സംഭവങ്ങൾ ഒബ്സ്ട്രക്റ്റ് ചെയ്യും. അപ്പോൾ അതൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു സ്ഥലത്തായിട്ട് തന്നെ ഉണ്ടാക്കുക. ഏകദേശം ഈ ഭാഗമുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ടൈം ലെഫ്റ്റ് കണ്ടിട്ടോ.
സോ ഗൈസ് ടിൽറ്റിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഭാഗത്തിന് നമുക്ക് ട്രേഡറിനെ സെറ്റ് ചെയ്യാനുള്ള ബ്ലോക്കൊക്കെ വെച്ച് സെറ്റാക്കണം. അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യട്ടെ. നിങ്ങൾ അതിൻ്റെ കൂടെ ടൈം ലാപ്സ് കണ്ടിട്ടുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ മൊത്തം നമ്മൾ ബ്ലോക്ക് വെച്ച് ഫില്ല് ചെയ്തു. പിന്നെ നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്തുള്ളത് ഈ സൈഡിലുള്ള ബ്ലോക്സൊക്കെ റിമൂവ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ നമുക്ക് എവിടെയാണ് എൻ്റെ എൻട്രൻസ് വരുന്നതെന്ന് വെച്ചാൽ എവിടെ നമുക്ക് വില്ലേജാണ് കിട്ടണത് അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെയുള്ളത് ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സൈഡൊക്കെ ക്ലിയർ ചെയ്തു. ഇതെന്തായാലും നമ്മൾ സൈഡ് ക്ലിയർ എന്ന് വെച്ചാൽ ചില സമയത്ത് രാത്രി ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ വീട്ടിലുണ്ടാവില്ല. ആ സമയത്ത് ഇതിൽ കൂടെ അണ്ണന്മാർ, നമ്മുടെ സോംബി അണ്ണന്മാരും വിച്ചണ്ണന്മാരൊക്കെ കയറി വന്നാൽ നേരെ വന്ന് വില്ലേജസിനെ അടിക്കും. പിന്നെ ചിലപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ അവന്മാർ സോംബി കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നല്ല നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്നെ ഫോളോ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ സ്ലാബ് എടുത്ത ശേഷം ഇതിനെ മണ്ട വയ്ക്കണം. കാരണം ഇവിടെ അല്ലെങ്കിൽ മോബ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടി അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്ലാബ് വെക്കുന്നത്. അപ്പോൾ ഈ സ്ലാബ് മൊത്തം വെച്ച ശേഷം ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ സ്ലാബും വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ സെൻട്രൽ ബ്ലോക്കിൽ നിന്ന് നമ്മുടെ പുറത്തേക്കുള്ള വേ കണ്ടെടുക്കണം. അപ്പോൾ എനിക്കിത് ഇവിടെ ആയിട്ട് വേണം നമ്മുടെ വില്ലേജ് വന്ന് നിൽക്കേണ്ടത്, ഇവിടെ ആയിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ സെൻട്രൽ ബ്ലോക്കിൽ പോവുക. ഇതാണ് നമ്മുടെ സെൻട്രൽ ബ്ലോക്ക്. അതിൽ വന്ന ശേഷം ഇവിടെ നമ്മളിങ്ങനെ മൈൻഡ് ചെയ്യണം. അതുകൊണ്ട് ഓപ്പണാക്കി ഇടണം. ഓപ്പണാക്കിയിട്ട ശേഷം നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ആയിട്ടൊരു ബ്ലോക്ക് വെച്ച ശേഷം ഇതിനെ താഴേക്ക് ഒരു 3 ബ്ലോക്ക് താഴേക്ക് കുഴിക്കണം. 1 2 3 ബ്ലോക്ക് താഴേക്ക് കുഴിക്കണം. അവിടേക്ക് നമ്മുടെ വില്ലേജർ മണ്ടന്മാരെ ഒന്ന് വീഴാൻ പോണത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ആയിട്ടൊരു റൂം സെറ്റ് ചെയ്യണം. റൂം സെറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം ബെഡ് വേണം. അതിന് മുമ്പ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, അവിടെയും ക്ലിയർ ചെയ്തു. നമുക്ക് ബെഡ് വേണം. സോ ബെഡ് നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ 3 ബെഡ് നമ്മളിങ്ങനെ എടുക്കണം. ഫസ്റ്റ് നമ്മൾ 3 ബെഡും എടുത്തിട്ട് ഇവിടെ ഒരെണ്ണം ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഇതിന് കണക്ട് ചെയ്യണം. നമുക്കത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്ലാബ് വെക്കണം നമ്മൾ. അതൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയ ശേഷം മുന്നേ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെയൊക്കെ ഇനി സീഡ് നടണം. പിന്നെ അവന്മാരെ കൊണ്ടുവന്ന് ഇടണം. അപ്പോൾ ഞാൻ സീഡ് നട്ട് അവന്മാരെയും കൊണ്ടിട്ടിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇടയിൽ ചെയ്ത് തെറ്റുപറ്റി. നമ്മൾ 3 ബ്ലോക്ക് കുഴിക്കേണ്ടി ഇവിടെ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 3 ബ്ലോക്ക് കുഴിക്കുക. ഇതെങ്ങനെ കുഴിച്ച ശേഷം അപ്പുറം സൈഡിലേക്ക് പോയിട്ട് നമ്മൾ 2 ട്രാപ്പ് ഡോർ എടുക്കണം. 2 ട്രാപ്പ് ഡോർ എടുത്ത ശേഷം ഒരു ട്രാപ്പ് ഡോർ ഇതിൻ്റെ മണ്ടയിൽ വെക്കണം. ഇങ്ങനെയല്ല. ഓക്കെ ഗൈസ്, ഇതുപോലെയാണ് നമ്മൾ ട്രാപ്പ് ഡോർ വെക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ നമ്മൾ അവിടെ 3 കുഴി ഒഴിച്ചിട്ട് എന്ന് വെച്ചാൽ 3 ബ്ലോക്ക് താഴേക്ക് ഒഴിച്ചിട്ട് അവിടെ ട്രാപ്പ് ഡോർ വയ്ക്കണം. പിന്നെ ഇവിടെയും ട്രാപ്പ് ഡോർ വയ്ക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ 2 കമ്പോസ്റ്റർ കയറ്റി വയ്ക്കണം. നമുക്കത് വയ്ക്കുക. ഓക്കെ, നമുക്ക് ആദ്യം കമ്പോസ്റ്റർ വയ്ക്കാൻ ആദ്യം നമ്മുടെ കയ്യിലുള്ളൊരു സ്ലാബ് എടുക്കുക. അതെടുത്ത് അതിൻ്റെ മണ്ടയിലായിട്ട് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ആ വെള്ളം പോവില്ല. അതിന് ശേഷം 2 കമ്പോസ്റ്റർ കയ്യിലെടുത്ത ശേഷം ഇങ്ങനെ ക്രൗച്ച് ചെയ്തിട്ട് 2 എടുത്ത് ഇങ്ങനെ മുകളിൽ വയ്ക്കുക. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലാബ് വയ്ക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് താഴെ ഇറങ്ങിയ ശേഷം അപ്പോൾ ഇതാണ് അവന്മാരുടെ വർക്ക് സ്റ്റേഷൻ. ഇനി ടോർച്ച് എടുത്ത ശേഷം നമ്മുടെ കയ്യിലുള്ള ടോർച്ച് എടുത്ത ശേഷം ഒരു 4 ഒന്നെങ്കിൽ ഈ കമ്പോസ്റ്ററിൽ ഇങ്ങനെ 4 വയ്ക്കുക. ഇങ്ങനെ ഒന്നെങ്കിൽ കമ്പോസ്റ്റർ 4 വയ്ക്കുക, അല്ലെങ്കിൽ സൈഡിലായിട്ട് 4 വെച്ചാലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും വച്ച ശേഷം നമ്മൾ ഇവിടെയൊക്കെ സീഡ് വെച്ച് ഫില്ല് ചെയ്യണം.
അപ്പോൾ ഞാൻ സീഡൊക്കെ ഫില്ല് ചെയ്യണത് ബോറിംഗ് പാർട്ടായതുകൊണ്ട് ഞാനൊന്നും വീഡിയോ കാണിക്കുന്നില്ല. അപ്പോൾ സീഡൊക്കെ ചെയ്ത് വില്ലേജർമാരെ ഇവിടെ കൊണ്ടുവന്ന ശേഷം ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ വില്ലേജർ ബ്രീഡറിൻ്റെ ഫുൾ പണി അങ്ങനെ ടോട്ടലി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലൊന്നും ബാക്കിയില്ല. നമ്മുടെ വില്ലേജർമാർ ബ്രീഡായിട്ട് വരുന്ന വില്ലേജർമാരൊക്കെ വീടുള്ള സ്ഥലമായി. പിന്നെ നമ്മുടെ വില്ലേജറിൻ്റെ 2 പേരെയും നമ്മൾ കൊണ്ടുവന്ന് നിർത്തി. ദേവന്മാരിപ്പോൾ ഫാം ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒറ്റ കാര്യം മാത്രമേ നമ്മൾ ചെയ്യാത്തുള്ളൂ, നമ്മളിവിടെ ഒന്നും സീഡ് വെച്ചില്ല. നമ്മൾ സീഡ് വെക്കണം. പിന്നെ ആ സീഡും കൂടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ 4ാമത്തെ ഗോളായ ഡയമണ്ട് കണ്ടുപിടിക്കാൻ പോവാം. സോ ഗൈസ്, നമ്മൾ കേവ് എക്സ്പ്ലോറേഷൻ്റെ ഇടയിൽ കണ്ടുപിടിച്ച സംഭവമാണ് ഇതേക്കാണ് സ്പോണർ. അതാ നമ്മൾ നേരത്തെ ഒരു സ്പൈഡർ സ്പോണർ ഇവിടെ കണ്ടുപിടിച്ചു. നമ്മളിപ്പോൾ സോംബി സ്പോണർ കണ്ടുപിടിച്ചു. നമുക്ക് ഉണ്ട് നോക്കാം. പ്രൊജക്റ്റഡ് പ്രൊട്ടക്ഷൻ 1ൻ്റെ ഒരു ബുക്കും പിന്നെ കുറച്ച് ബോണും 4 ബീട്രൂട്ട് സീഡും മെലൺ സീഡും ഉണ്ട്. എടുത്തേക്കാം. പിന്നെ ഇതിലെന്താണ് നോക്കട്ടെ. അതിൽ കുറച്ച് ലെതറും നെയിം ടാഗ് ഉണ്ട്. ഇത്തിരി വാല്യുബിൾ ആയിട്ടുള്ള സംഭവം അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ അപ്ഡേറ്റ് ആയാലും നമുക്ക് നെയിം ടാഗൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. പണ്ട് ഇത് ഭയങ്കര റെയർ ആയിരുന്നു. അപ്പോൾ അതപ്പോൾ ആ ടൈമൊക്കെ നല്ല ഇതായതുകൊണ്ട് കുഴപ്പമില്ല. ഇത്രയും സംഭവം നമുക്ക് കിട്ടിയത്. സോ ഗൈസ്, അങ്ങനെ നമ്മളൊരു തീരുമാനത്തേക്ക് എത്തി. നമ്മൾ കേവ് എക്സ്പ്ലോർ ചെയ്ത ഡയമണ്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ നേരത്തെ പോയ കേവ് കുറേ നേരം എക്സ്പ്ലോർ ചെയ്തു. ആകെ കിട്ടിയത് മറ്റേത് 2 സ്പോണർ മാത്രമേ, ഒരു സ്പൈഡർ സ്പോണറും പിന്നെ ഒരു സോംബി സ്പോണറും മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു മൈനിങ്ങിന് സെറ്റാക്കാൻ പോകണം. സോ നമ്മൾ എവിടെയാണ് സെറ്റാക്കണമെന്നൊരു പ്ലാൻ ഇട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സോ ഗൈസ്, കുറേ നേരം നമ്മുടെ ബേസിൻ്റെ അടുത്തൊക്കെ നടന്നപ്പോൾ നമുക്കൊരു സ്ഥലം കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ബേസ് ഇതാ അവിടെ. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയും വരിക. അവിടെ നിന്ന് ഇങ്ങനെയും വന്നാൽ ഇതാ ഇവിടെയായിട്ട് നമ്മുടെ മൈനിങ് ഏരിയ സെറ്റാക്കാം. ഇവിടെയായിട്ട്. സോ ഗൈസ്, ഏകദേശം നമ്മൾ വൈ ലെവൽ 12 എത്തുമ്പോൾ നമുക്ക് ഇതാ ഗോൾഡ് വന്നിട്ടുണ്ട്. അത്രയും ഞാൻ കുഴിച്ചതോ അവിടെയാണ് നമ്മൾ ഇത്രയും കുഴിച്ചു 3 ബ്ലോക്ക് വെച്ചിട്ട്. നമ്മൾ ഫസ്റ്റ് ഗോൾഡ് നമുക്ക് മൈൻ ചെയ്യാം. എത്ര ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 ഗോൾഡ് ഉണ്ട് അങ്ങനെ മൊത്തം. ഇനി അടുത്ത എന്തെങ്കിലും വരട്ടെ. സോ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ കുഴിച്ച ശേഷം നമ്മളങ്ങനെ ഡീപ് ഫ്ലൈറ്റ് ലെവലെത്തി. എന്ത് സമാധാനം എന്നറിയോ. പക്ഷെ എത്ര നേരം എടുത്തെന്നറിയോ. ഏകദേശം 1.5 മണിക്കൂർ എടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഇതുവരെ കുഴിച്ചെടുക്കുമ്പോഴേക്കും. കാരണം ഒരു അയൺ പിക്കേഷൻ ഉള്ളൂ. നമ്മൾ ഡയമണ്ട് നെതറൊക്കെ ക്രിർന്ന് വച്ചു കൊടുത്താൽ ഞങ്ങൾ എവിടാന്ന് കൂട്ടിക്കോളും. ഇതാണെങ്കിൽ ഒരു എൻജോയ്മെൻറ്റും ഇല്ലാത്ത സാധാ അയൺ പിക്കേക്ക്. അപ്പോൾ ഞാൻ ഇനിയും ഡീപ് ഫ്ലൈറ്റ് മെയിൻ ചെയ്യട്ടെ. അടുത്ത് നമുക്ക് ഇനി ഡയമണ്ടോ എന്തെങ്കിലും ഓറങ്ങാണ് കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, വീണ്ടും താഴെ പോകുമ്പോൾ നമുക്കിതാ നമ്മുടെ ഡീപ് സൈഡ് ഗോൾഡ് കിട്ടിയിരിക്കുകയാണ്. ഇത് എത്ര ഉണ്ട് നോക്കാം. അത്രയൊന്നുമില്ല, ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. സോ ഗൈസ്, പ്ലാൻ മാറ്റി നമ്മൾ നേരത്തെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 3 ഇങ്ങനെ കുഴിച്ച് താഴേക്കുമായിരുന്നു. അപ്പോൾ ഡയമണ്ട്സ് ഒക്കെ സ്പോൺ ആവുന്നത് 54-ലാണ്. അതിൽ ഇനി ആകെ ഒറ്റ പിക്കേക്സ് ഉള്ളൂ. താഴെ ഒരു എത്തുമ്പോഴേക്കും ഈ പിക്കേക്സ് പൊട്ടും. ഞാൻ വീണ്ടും മുകളിൽ കയറി തിരിച്ചു വരുന്നതിനെക്കാട്ടും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒറ്റ കുഴി അങ്ങനെ കുഴിച്ച് പോകാൻ പോകുന്നത്. ഇന്ന് നമ്മൾ വൈ ലെവൽ 64 എത്തിയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അവിടെ നേരെ കുഴിച്ചായിരുന്നു. നമുക്ക് സൗണ്ട് കേൾക്കണം തോന്നുന്നു. ഏൻഷ്യൻ സിറ്റി നമ്മുടെ വീട്ടിൽ തൊട്ട് താഴെ ഏൻഷ്യൻ സിറ്റി ഉണ്ട്. മെല്ലെ പോകണമെങ്കിൽ വാടനെണ്ണം വരും, നമ്മളെ തീർത്തുകളയും. ഞാൻ ചാവില്ല, എനിക്കറിയില്ല. ഈ മൈനിങ് പണി നിർത്തി ഇവിടെ. ഇനി ഞാൻ മോളിൽ പോയി, എനിക്ക് പേടിയാവും. എനിക്ക് സീസൺ പേടിയാണ്. ഞാൻ മോളിൽ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് പേടിയാണ്. ഒന്നോ പേടിയാണോ ഒരു വട്ടം അത് ആക്ടിവേറ്റ് ചെയ്ത് 2 വട്ടം കൂടെ ആക്ടിവേറ്റ് ആയി മൂഞ്ചി. അതിൻ്റെ അടുത്തൊരു സ്കെൽട്ടൺ ഉണ്ട്, അതാണ് ആക്ടിവേറ്റ് ചെയ്യണത്. എൻ്റെ സൗണ്ട് വരുന്നുണ്ട്. വാടം വന്ന് ഉറപ്പായി തീർന്നു. അവിടെ ആ തൊട്ടപ്പുറത്തെ സ്ട്രീക്കർ ആക്ടിവേറ്റ് ആയി. പേടിയാവണം ശരിക്കും, ടെൻഷനായി കളിക്കുകയാണ് ഞാൻ. വേറെ ദിവസം എന്തായാലും ഇത് കാണാൻ വരുന്നതായിരിക്കും. എക്സ്പ്ലോർ എന്തായാലും വരും. ആ ഒരു പൊട്ടന്മാരാണ് ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യണത്. ഞാൻ പോണു.
ഞാൻ പോണു, എനിക്ക് വയ്യ, ഞാൻ പോണു. സോ ഗൈസ് നമുക്ക് പ്ലാൻ മാറ്റണോ? പോകുന്നില്ല, എനിക്ക് വയ്യ, എനിക്ക് പേടിയാണ്, ഞാൻ പോണു. എനിക്ക് വയ്യ, വാർഡനെ കൊല്ലാൻ ഞാൻ പോണു. ഞാൻ ഇത്തിരി നല്ല 6 പ്രാവശ്യം വാർഡനെ കൊല്ലാൻ പോവാ. നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാൻ വേറൊരു വഴിയില്ല, സ്ട്രിപ്പ് മൈൻ തന്നെ ചെയ്യണം. പിന്നെ ഞാൻ പോയി സ്ട്രിപ്പ് മൈനും ചെയ്യട്ടെ ബാക്കി. സോ ഗൈസ് നമ്മൾ കുറേ നേരം കിടന്ന് സ്ട്രിപ്പ് മൈനും ചെയ്തു. ഏൻഷ്യൻ സിറ്റി പോയി നോക്കി. നിങ്ങൾ ഏൻഷ്യൻ സിറ്റിൻ്റെ ഫുട്ടേജൊക്കെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെയുള്ള ആ സ്കെൽട്ടൺ സോംബിയൊക്കെ അവിടെയുള്ള ആ സ്കൾക്ക് സെൻസറിനൊക്കെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല. 2 വട്ടം അത് ആക്ടിവേറ്റ് ആയി. 3ാമത് തൊട്ട് ആക്ടിവേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എനിക്കിനി വയ്യ പറഞ്ഞിട്ട് ഞാൻ പോയി പക്ഷെ എന്തായാലും ചാവും. കയ്യിൽ പോകാനൊന്നുമില്ല, എന്നാലും അവിടെ എനിക്ക് ലൂട്ട് ചെയ്യാൻ കയ്യിൽ ടോർച്ചൊന്നുമില്ല. ടോർച്ച് ഉണ്ടാക്കിയാൽ എനിക്ക് ലൂട്ട് ചെയ്യാനും പറ്റില്ല. സോ ഞാൻ ഈ എപ്പിസോഡത്തേക്ക് എന്നിട്ട് ഡയമണ്ട് കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ഞാൻ വേറൊരു എപ്പിസോഡിൽ ഡയമണ്ട് കണ്ടുപിടിച്ചിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ലൈക്ക് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ് ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോയിലേക്കും ടാറ്റാ, ബൈ ബൈ.